നമുക്കെല്ലാവർക്കും വേദപുസ്തകം തുറക്കാം. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 30-31 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ഇന്ന് രാത്രി ഈ സംസാരിക്കുന്ന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒരു പഠന മനോഭാവത്തോടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടെ വേണം നാം തിരുവെഴുത്തുകളുടെ മുൻപിലായിരിക്കാൻ. ഇവിടെ കോടതിയുണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്. ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ചുണ്ട്. ഇവിടെ വിധിവിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധിവിസ്താരമുണ്ട്. ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ പ്രതിക്കൂടുണ്ട്. ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്. ഇവിടെ വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിസ്താരമുണ്ട്. ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജിമെന്റ് സീറ്റുണ്ട്. ഇവിടെ നിയമഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഉയരത്തിൽ നിയമഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ പ്രതിക്കൂടും തൊണ്ടി സാധനങ്ങളും ഉണ്ടെങ്കിൽ അവിടെയും പ്രതിക്കൂടും തൊണ്ടി സാധനങ്ങളുമുണ്ട്. ഇവിടെ വിധിയുടെ പരിണിത ഫലമുണ്ടെങ്കിൽ അവിടെയും വിധിയുടെ പരിണിത ഫലമുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഇല്ല. കേട്ടോ, നിയമത്തിൻ്റെ വെള്ളം ചേർത്ത് ഏത് തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും നടക്കുന്നവർക്ക് വേണ്ടി വാതോരാതെ വാദിക്കാൻ ഇവിടെ അഡ്വക്കേറ്റിനെ കിട്ടും. എന്നാൽ സ്വർഗത്തിൻ്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ, ദൈവത്തിൻ്റെ നീതിന്യായ കോടതിക്ക് മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വന്നാൽ അന്ന് നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റും അവിടെ ഉണ്ടായിരിക്കയില്ല. അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സകല രഹസ്യങ്ങളും വായിച്ചെടുക്കുന്ന ഒരു മഹാജഡ്ജിയുടെ മുൻപിൽ മനുഷ്യകുലം വിധി കാത്തു നിൽക്കുന്ന ദിവസമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ചു പറയുന്നെങ്കിൽ ആ ബോധ്യമുള്ള ദൈവമക്കളെ ഞാൻ ആ രംഗത്തേക്കൊന്ന് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകങ്ങളിൽ ചരിത്രത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള പരിവർത്തനത്തിൻ്റെ പുസ്തകമാണ് പ്രവർത്തികളുടെ പുസ്തകം. പ്രവർത്തികളുടെ പുസ്തകം 28 അധ്യായങ്ങളുണ്ട്. ഈ പുസ്തകത്തിന് അതിപ്രധാനപ്പെട്ട ചില സംഭവ പശ്ചാത്തലങ്ങളുമായി ബന്ധമുള്ളത് കൊണ്ട് 28-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോഴേക്കും ചരിത്രം എവിടെ വരെ എത്തി എന്ന വസ്തുത നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഭവങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സംഭവം ഏറ്റവും കൊടിയ നീചനും ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും ദ്രോഹം ചെയ്ത വ്യക്തിയുമായ നീറോയുടെ ഭരണം AD 64 മുതൽ 68 വരെ. 2, ധന്യനായ പൗലോസ്ലീഹയുടെ രക്തസാക്ഷിത്വം AD 68. ധന്യനായ പത്രോസ്ലീഹയുടെ മരണം AD 67. അത് യെരൂശലേം ദൈവാലയത്തിൻ്റെ വിനാശം. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ മെഴുകലിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ തങ്കക്കുട കെട്ടിടവും കനക കൊട്ടാരവുമായ യേശു പ്രവചിച്ചതുപോലെ തകർന്നു പോയ യെരൂശലേം ദൈവാലയത്തിൻ്റെ AD 70 വിനാശം. ഈ സംഭവങ്ങൾ 3 നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതിനെക്കുറിച്ചും 3-നെക്കുറിച്ചും അഥവാ ഈ 4 സംഭവങ്ങളെക്കുറിച്ചും ഒരു പരാമർശനങ്ങൾ പോലും പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച റോമൻ ഭരണാധികാരികളിൽ ക്രൂരനും നീചനും മനുഷ്യത്വരഹിതനുമാണ് നീറോ. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചും വായിലൂടെ വെള്ളം അടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടിപ്പൊട്ടിച്ചും വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളായി കീറിമാറത്തക്ക വിധത്തിൽ അതിലേക്ക് വലിച്ചു കെട്ടിയിട്ട് ചങ്ങലകൾ കൊണ്ട് വലിച്ചടുപ്പിച്ച ആ വൃക്ഷക്കൊമ്പുകളുടെ ബന്ധനം അറ്റുപോകുമ്പോൾ ശരീരഭാഗങ്ങൾ കീറി 2 വൃക്ഷക്കൊമ്പുകളിലും തൂങ്ങിയാടത്തക്ക വിധത്തിൽ ക്രൂരമായി കൊന്ന്, എന്തിന്? കുടൽ പിളർന്ന്, ഉദരം പിളർന്ന് കുടൽമാല കുതിരയുടെ വാലിലേക്ക് കെട്ടി
നടുറോടെ വലിച്ചിഴച്ചു കൊന്ന് അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾ കൂണിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് വെട്ടിത്തിളങ്ങുന്ന പടവാള് കൊണ്ട് കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടിമാറ്റി അങ്ങനെ നീചമായി ക്രൈസ്തവരെ കൊല്ലുന്ന കുലരീതി നീറോ അതിഭീകരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഓർക്കുക, അയാൾ ഒരു സാധാരണക്കാരനല്ല, അയാൾ ഒരു മാനസിക രോഗിയായിരുന്നു. മാനസിക രോഗി എന്ന് പറഞ്ഞാൽ സാധാരണ മാനസിക രോഗമല്ല. ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കാണുമ്പോൾ അതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരുതരം പ്രത്യേക മാനസിക രോഗം ഈ നീറോയെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യമാർ 2 പേരെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കൊല്ലുകയായിരുന്നു. സ്വന്തം അമ്മയെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കൊല്ലുകയായിരുന്നു. ഒടുവിൽ ഈ മനോരോഗി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ക്രൈസ്തവരെ കൂട്ടമായി കൊല്ലേണ്ടതിന് റോമൻ കൊട്ടാരത്തിൻ്റെ മുൻപിലെ പൂന്തോട്ടത്തിൽ ഇരുമ്പ് തൂണുകൾ നിർത്തി മെഴുകി ശീലകൾ ചുറ്റി ഒടുവിൽ ഗേറ്റ് അടച്ച് എല്ലാവരെയും പുറത്താക്കിയിട്ട് വിവസ്ത്രരായി കുതിരപ്പുറത്ത് കയറി ക്രൈസ്തവരുടെ ശരീരത്തിന് തീപിടിച്ച് അവർ ജീവനുള്ള പന്തങ്ങളായി പിടഞ്ഞെരിയുമ്പോൾ അതിന് നടുവിലൂടെ കുതിരപ്പുറത്ത് നടന്ന് അട്ടഹസിക്കുന്ന ഒരു വികൃത മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തെക്കുറിച്ച് പറഞ്ഞാൽ ഓടി നടന്ന് തുമ്പികളെ പിടിച്ചു കൊണ്ടുവന്ന് കമ്പി കോർത്ത തുമ്പി പിടച്ച് ചാകുമ്പോൾ അവിടെ നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ മാനസിക രോഗിയായിരുന്നു. 666 എന്ന അക്കം നേരിട്ട് പേരിൽ ചേരുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് നീറോയായിരുന്നു. അത്രമാത്രം ക്രൂരത അയാൾ കാട്ടി. അയാളുടെ കാലഘട്ടത്തിലാണ് പൗലോസ്ലീഹ ശിരച്ഛേദം ചെയ്യപ്പെട്ടത്. അത് ചരിത്രപ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹയിൽ നിന്ന് പത്രോസും പൗലോസും ഒരു സ്ഥലത്ത് നിന്ന് യാത്ര പറഞ്ഞാണ് മരണത്തിലേക്ക് പോയത്. ഇത് ക്രൂരവും ഭീകരവുമായിരുന്നു. ക്രൈസ്തവ സഭയ്ക്ക് മറക്കാൻ കഴിയുന്നതല്ല, സഭാചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. ഇനിയും AD 70 ടൈറ്റസിൻ്റെ യെരൂശലേം ആക്രമണം, അതും ശ്രദ്ധേയമാണ്. എന്നാൽ പ്രവർത്തികളുടെ പുസ്തകം പഠിച്ചപ്പോൾ ഈ സംഭവങ്ങളൊന്നും അതിനകത്ത് രേഖപ്പെടുത്താത്തതിൻ്റെ കാരണം അതിനു മുൻപ് തന്നെ പ്രവർത്തികളുടെ പുസ്തകം എഴുതി കഴിഞ്ഞു. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. എന്തിനാ ഞാൻ ഈ ചരിത്രം ആദ്യം പറഞ്ഞെന്നറിയാമോ? ആ കാലഘട്ടത്തിൽ 3 ഭൂഖണ്ഡങ്ങളെ വലം വെച്ചുകൊണ്ട് സഭ അതിൻ്റെ ജൈത്രയാത്ര നടത്തി കഴിഞ്ഞു. 29-ലധികം പട്ടണങ്ങളിലും 30-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്ന കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിൻ്റെ ദീപശിഖ എത്തുമ്പോൾ ആ കാലഘട്ടത്തിലെ അഭിഷിക്തനായ അതിശക്ത പ്രഭാഷകൻ പൗലോസിൻ്റെ ഗൗരവമേറിയ പ്രഭാഷണം നിങ്ങൾ ഇന്ന് രാത്രിയിൽ ചെവി തുറന്നൊന്ന് കേൾക്കണം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാമ്പും സത്തും? ഏത് വിഷയമായിരുന്നു അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ ഉയർന്നു നിന്ന വിഷയം? ഇതാ ചരിത്ര പ്രസിദ്ധമായ അരപയോഗക്കുന്നിൽ തത്വജ്ഞാനികളുടെ തറവാടെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് വളരെ യുക്തിപൂർവം പൗലോസ് പ്രഭാഷണം ഉയർത്തുകയാണ്. ആ പ്രഭാഷണത്തിൽ പൗലോസ് എടുത്തു വെച്ച സന്ദേശം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ജനത്തെ ആസ്വദിപ്പിക്കാൻ ക്ഷണിക്കലല്ലായിരുന്നു. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന നേട്ടങ്ങളൊന്നുമല്ല പൗലോസ് ഉയർത്തിപ്പിടിച്ചത്. പൗലോസ് ശക്തമായി പറയുകയാണ്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ച് തൻ്റെ പുത്രനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിനുള്ള ഉറപ്പ് താൻ ലോകത്തിന് കൊടുത്തിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഒരു ന്യായവിധി നടക്കാൻ പോകുന്നു. കൈവിടപ്പെട്ടാൽ നരകമുറപ്പാകും. അതുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങുക. ഇതാണ് പ്രസംഗമെങ്കിൽ അതിനൊരു മാറ്റം കുറയാതെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ശിരസുന്നമിപ്പിച്ച് ഞാനും വിളിച്ചു പറയുന്നു, ഒരു ന്യായവിധി വരുന്നു. രക്ഷപ്പെടാൻ ഒരുങ്ങുക, അല്ലെങ്കിൽ നിത്യ നരകം ഉറപ്പായിരിക്കും. പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കോടതിയും കോടതി നടപടികളും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം മാന്യമായിട്ടറിയാം. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ
സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിൻ്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ എൻ്റെ പൊന്നമ്മേനെ മേമാനെ ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടേ, സ്തോത്രം, സാധുവാന്നേ, രക്ഷപ്പെടുത്തണേ, സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ഒരു കാര്യം എഴുതി ഒപ്പിട്ട് പ്രസിഡന്റിൻ്റെ അടുക്കൽ എത്തിച്ചെന്നിരിക്കട്ടെ. പ്രസിഡന്റിൻ്റെ അടുക്കൽ നിന്ന് ദയാഹർജിയും തള്ളി ആളിനെ തൂക്കിലിടാൻ അങ്ങ് വിധിച്ചു. വിധി നടപ്പിലാകാൻ പോകുകയാണ്. നമുക്കറിയാം എങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നതെന്ന്. പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. രാവിലെ സമയം എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഡോക്ടേഴ്സ് ചെക്കപ്പൊക്കെ നടത്തി അവസാനമായി തൂക്കുകയറിലേക്ക് കൊണ്ടുപോയി കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊന്ന് മരണം കഴിഞ്ഞും ഡോക്ടർ മരണം ഉറപ്പാക്കിയിട്ട് ബന്ധുക്കൾക്ക് ഡെഡ് ബോഡി വിട്ടുകൊടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് തലേ രാത്രി കക്ഷി ഉറങ്ങുന്ന സെല്ലിലേക്ക് ഒരു പോലീസുകാരൻ എത്തി നോക്കിയെന്നിരിക്കട്ടെ. എന്തോ അവിഹിതം പോലെ തോന്നിയത് കൊണ്ട് നേരെ അകത്ത് കയറി ആളിനെ പരിശോധിച്ചപ്പോൾ ആൾ ചത്തു കിടക്കുന്നു. ഇങ്ങനായാൽ എങ്ങനായിരിക്കും വിധിയുടെ സ്വഭാവം? നിയമം അറിയാവുന്നവരോട് ചോദിക്കണം. വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഞാൻ പറയാൻ തുടങ്ങുന്ന ഈ വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ഏത് പ്രതി മരിച്ചാലും, അത് കിണറ്റി ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചത്താലും, കെട്ടിത്തൂങ്ങി ചത്താലും, ക്യാൻസർ ബാധയിൽ ചത്താലും, ഏത് വിധത്തിൽ മരിച്ചാലും മരണം കൊണ്ട് വിധി മാറ്റിവെക്കാതെ ചത്ത് കിടക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി നാം വിളിച്ചു പറയുന്ന നസറേനായ യേശു എന്ന ജഡ്ജിയാണ്. അവൻ കണക്ക് ചോദിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് ചോദിക്കും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? വളരെ ഗൗരവമായി തിരിച്ചറിയണം. ഇവിടുത്തെ കോടതിയുടെ സ്വഭാവമല്ല അവിടുത്തെ കോടതിയുടെ സ്വഭാവം. വ്യക്തമായി കണക്ക് ചോദിക്കാൻ സ്വർഗത്തിൻ്റെ ജുഡീഷ്യറി സജ്ജമാകുന്ന രംഗം. ആ വിധി ദിനം ഞാൻ കൈവിടപ്പെട്ടു പോകരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറന്ന് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിച്ച് ഞാൻ വിശ്വസിക്കുന്നത് പറയാം. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. എൻ്റെ മുൻപിലിരിക്കുന്ന ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അഭിഷേകത്തിൻ്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തി പോലും നിത്യ നരകത്തിന് കൈവിടപ്പെടരുതെന്നുള്ള ആത്മാർത്ഥമായ ചങ്കോടടുത്ത ആത്മഭാരം കൊണ്ട് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തൻ്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം, ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചിലവഴിക്കുമെന്ന് ആഴത്തിൽ ആത്മപരിശോധന ചെയ്ത് പൊടി കടഞ്ഞെഴുന്നേൽക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. നിന്റെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന സകലവിധ മാനസിക വൈകല്യങ്ങളുടെയും ചിന്തകളുടെ അപഭ്രംശത്തിൻ്റെയും ബന്ധനത്തെ അഴിച്ചു മാറ്റിയിട്ട് ഈ രാത്രി യോഗം അവസാനിക്കും മുൻപ് ക്രൂശിൻ്റെ ചുവട്ടിൽ കുനിഞ്ഞു വീഴുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരാൻ ദൈവാത്മാവ് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറക്കരുത്, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ജഡ്ജ്മെന്റ് സീറ്റിൻ്റെ സമയം എപ്പോഴാണ്? ശ്രദ്ധിക്കുക. 1, ഈ ജഡ്ജ്മെന്റ് സീറ്റിൻ്റെ സ്ഥലം എവിടെയാണ്? 2, ഈ ജഡ്ജ്മെന്റ് സീറ്റിൻ്റെ
സിംഹാസനസ്ഥനായ സുപ്രീം അതോറിറ്റി ജഡ്ജി ആരാണ്? അടുത്തത്, ഈ ജഡ്ജിമെന്റ് സീറ്റിന്റെ പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണ്? അടുത്തത്, ഈ ജഡ്ജിമെന്റ് സീറ്റിന് മുൻപിൽ വന്നു പെടാൻ തുടങ്ങുന്ന പ്രതികൾ ആരൊക്കെയാണ്? ഈ ജഡ്ജിമെന്റ് സീറ്റിന് മുൻപിൽ പ്രത്യക്ഷമാകുന്ന പ്രതികളുടെ മേൽ ചാർജ് ചെയ്യാൻ തുടങ്ങുന്ന കുറ്റങ്ങൾ, ചാർജ് ഷീറ്റ് എന്തൊക്കെയായിരിക്കും? ഈ ജഡ്ജിമെന്റ് സീറ്റിന് മുൻപിൽ എത്തിച്ചേരുന്ന സാക്ഷികൾ ആരൊക്കെ? തൊണ്ടി സാധനങ്ങൾ എന്തെല്ലാം? ഈ ജഡ്ജിമെന്റിന്റെ വിധി കഴിഞ്ഞാൽ കക്ഷികൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ശിക്ഷ എന്താണ്? ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ച് കഴിയുമ്പോൾ ഈ രാത്രി സന്ദേശം അവസാനിക്കും. പ്രാർത്ഥനാപൂർവ്വ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ശ്രദ്ധിക്കണേ, ഈ ജഡ്ജിമെന്റ് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തി ആരാണ്? ഞാനിവിടെ ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടും പറയാൻ നിൽക്കുകയല്ല. കോട്ടയം പുഷ്പരായിൻ്റെ ഡിറ്റക്റ്റീവ് നോവലിലെ കൊട്ടേഷൻ പറയാൻ നിൽക്കുകയല്ല. സദസ്സിനെ കുടുകുട ചിരിപ്പിക്കാനും നിൽക്കുകയല്ല. എൻ്റെ ഒരു പ്രയോഗത്തിലും നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കേണ്ട രാത്രി അല്ലിത്. ഈ രാത്രി നിങ്ങൾ കരഞ്ഞെഴുന്നേൽക്കേണ്ട രാത്രിയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ ശാന്തമായി വായിക്കും. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ വായിച്ചാട്ടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. നിങ്ങൾ ഈ രാത്രി ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരാൾ ഉയരത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഓ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന് മനസ്സുകൊണ്ട് ഉറപ്പായി വിശ്വസിക്കാത്ത ഒരു തലമുറയ്ക്ക് നടുവിൽ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. അത് ഈ രാത്രി കേവലം യുക്തിയല്ല, അത് ഞാൻ പ്രാപിച്ച ആത്മീയ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. പണ്ട് മോളെ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരുവാൻ അമ്മച്ചി ചങ്ങനാശ്ശേരിക്കടുത്ത് ട്യൂഷൻ സെൻറ്ററിൽ ചെന്നപ്പോൾ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലിരിക്കുകയായിരുന്നു അമ്മച്ചി. ഈ വൃദ്ധയായ അമ്മച്ചി, ഈ പ്രായമുള്ള വൃദ്ധയായ മാതാവ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ ദൈവമില്ല 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 എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അമ്മച്ചിക്കാകപ്പാടെ അരിശം കയറിയിട്ട് ചാടി എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചെന്ന് കേട്ടിട്ടുണ്ട്. പ്രൊഫസറെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ മൂക്കിൻ്റെ കീഴിൽ രോമമില്ലാത്തതും നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ മൂക്കിൻ്റെ കീഴിൽ രോമം ഉള്ളതും എന്തുകൊണ്ടാണെന്ന് പറയാമോ എന്നായിരുന്നു അമ്മച്ചിയുടെ ചോദ്യം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇരിക്കമ്മച്ചി അവിടെ, അതിനുള്ള സമയമല്ലിപ്പോ എന്ന പ്രൊഫസർ പറഞ്ഞപ്പോൾ 2-3 പല്ലുണ്ടായിരുന്നത് പുറത്തോട്ട് കാട്ടി കോട്ടിയൊന്ന് വക്രിപ്പിച്ച്, അമ്മച്ചിമാരുടെ മുഖഭാവം ഉണ്ടല്ലോ കോപം വരുമ്പം, പല്ലില്ലാത്ത അമ്മച്ചിമാരുടെ ഭാവനയിലൊന്ന് കണ്ടാൽ മതി. 2 കൈയും മലത്തിപ്പിടിച്ച് ഈ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്, തൻ്റെ മൂക്കിൻ്റെ കീഴിലെ രോമത്തിൻ്റെ കാര്യം അറിയാൻ വയ്യാത്ത താനാന്നോടോ തമ്പുരാനില്ലെന്ന് പറയുന്നത്, ഇരിക്കണോ അവിടെ എന്ന് പറഞ്ഞ് അമ്മച്ചി ഇറങ്ങിപ്പോയെന്ന്. സ്തോത്രം. എന്നാലും വേണ്ടില്ല, ഒത്തിരി ബുദ്ധിജീവികൾ ഉണ്ടല്ലോ, എന്നാൽ അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം ഇതിൻ്റെ സൃഷ്ടിതാവ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന ബോധ്യം. അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ അറിയാതെ വിളിച്ചു പറയും, ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന്. സ്തോത്രം. എന്തോ സുഹൃത്തെ നീ അറിഞ്ഞിട്ടാ പറയുന്നത് ദൈവം ഉയരത്തിലില്ലെന്ന്? ഈ വാച്ച് 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ പേന 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ വാച്ച് എന്തുകൊണ്ട് 2 വട്ടം ഉണ്ടായി? ഈ വാച്ച് ആദ്യം ഡിസൈൻ ചെയ്ത ഡിസൈനറുടെ മനസ്സിലുണ്ടായി, അതിനുശേഷം ഫാക്ടറിയിൽ ഉണ്ടാക്കപ്പെട്ടു. ഈ ഭൂമിയിലെ സകല ശില്പവും 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിൻ്റെ പ്രതാപത്തിൻ്റെ പ്രതീകമായ ദൈവത്തിന് സ്തോത്രം, താജ്മഹൽ, യമുനാ നദിയുടെ തീരത്ത് ഷാജഹാൻ മുംതാസ് മഹളിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അടിത്തറയിട്ട് പണിയുന്നതിന് എത്രയോ കാലം മുമ്പ് അതിൻ്റെ പ്ലാനറിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ മനസ്സിൽ ആ പ്ലാൻ നന്നായി വരച്ചിരുന്നു.
അത് മനസ്സിൽ പതിഞ്ഞ പ്ലാനാണ് പേപ്പറിൽ പതിഞ്ഞത്. ആ പ്ലാനാണ്, ആ ബ്ലൂ പ്രിൻ്റാണ് നിർമ്മാണത്തിന് അടിത്തറ ഇടും മുൻപ് സജ്ജമായതെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ മനുഷ്യ, നിന്റെ ശരീരം എന്ന ഈ ബിൽഡിങ്ങിൻ്റെ മാസ്റ്റർ പ്ലാൻ ആദ്യം പതിഞ്ഞ മനസ്സേതാ? അവനെയാണ് ഈ രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ, ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, സ്വന്തം നെറ്റിത്തടം, സ്വന്തം കണ്ണുകൊണ്ട്, കണ്ണാടിയുടെ സഹായത്താലല്ല, സ്വന്തം നെറ്റിത്തടം, സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പം എന്നെ ഒന്ന് കണ്ടേച്ചേ പോകാവൂ. സ്തോത്രം. എന്തിന്? അതിന് പോലും കഴിയാത്ത താനാന്നോടോ ജീവിക്കുന്ന ദൈവമില്ലെന്ന് പറയുന്നത്. എന്നാൽ അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, ഇതിനെ മുഴുവൻ ഭരിച്ച് നിയന്ത്രിക്കുന്ന ഒരു കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നു. അതിന് കൂടുതൽ എങ്ങോട്ടും പോകണ്ട. നിന്റെ വലത്തുകൈ നെഞ്ചത്തോട്ടൊന്ന് വെച്ചിട്ട് ഈ രാത്രി ചങ്കിൻ കൂടിൽ കൈവച്ച് വിളിച്ചു പറയണം, ഇതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടിതാവുണ്ട്, അവൻ്റെ കരമാണ് ഇതിനെ മെനഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഫാക്ടറിയുടെയും പോക്കോയിൽ സാധാരണ കീഴോട്ടാണോ മുകളിലോട്ടാണോ? മുകളിലോട്ടല്ലേ? സ്തോത്രം. എന്നാൽ കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് തള്ളാനും ഓക്സിജനെ അകത്തേക്കെടുക്കാനും സർവശക്തൻ ഡിസൈൻ ചെയ്ത മൂക്കെന്ന ഈ കുഴൽ താഴോട്ട് കൊടയോടെ വെച്ചതാരാ? ഇനി ഒരു വേള തലമുടിക്കിടെ കൂടെ ഇവനെ മുകളിലോട്ടായിരുന്നു വെച്ചിരുന്നതെങ്കിൽ എന്തായിരുന്നേനേം ഗതി എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ മതി. യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുടയെടുത്തിട്ടില്ല, പെരുമഴയാണെങ്കിൽ തലമുടിക്കിടെ കൂടി ഈ സാധനത്തിൻ്റെ 2 ദ്വാരം മുകളിലോട്ടിരുന്നാൽ വെള്ളം എങ്ങോട്ടിറങ്ങും? വെള്ളം കീഴോട്ടിറങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂക്കിനെ കുടയോടെ താഴോട്ട് വെച്ചതൊരു പരമബുദ്ധിയല്ലേ? ആ പരമബുദ്ധി, ആ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ജീവിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ പറയണം, ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ എനിക്ക് വേണ്ടി ഇറങ്ങി ഇടപെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയുന്ന ഞാൻ വിളിച്ചു പറയുന്നു, ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. കൈവെള്ളയിലേക്ക് ഒഴിക്കുന്ന ഒരു തുള്ളി തേൻ നക്കി കുടിക്കുന്ന സമയം അത് ടേസ്റ്റ് ചെയ്യുന്നവനെ അതിൻ്റെ രുചി അറിയത്തുള്ളെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടറിഞ്ഞതല്ല, ഞാൻ എൻ്റെ ദൈവത്തെ കേട്ടറിഞ്ഞതല്ല, ഞാൻ എൻ്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞതാണ് എന്ന് പറയത്തക്ക വിധത്തിൽ വിളിച്ചു പറയണം, ഇതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടിതാവുണ്ട്. ഞാൻ ചോദിക്കട്ടെ, MBBS പഠിച്ചിറങ്ങാൻ എത്ര വർഷം പഠിക്കണം? 10ാം ക്ലാസ്സിൽ 10 വട്ടം തോറ്റവനെയാണോ MBBS പഠിക്കാൻ വിടുന്നത്? അല്ലല്ലോ. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് നേടിയവനെ മാത്രമേ പറ്റൂ. കാരണം അസാധാരണ തലയ്ക്ക് ഇതൊക്കെ ഏറ്റെടുക്കാൻ പറ്റൂ. ഇനിയും നല്ല മാർക്ക് വാങ്ങിച്ചാൽ തന്നെ ഡോക്ടറേറ്റിന് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു, ഈ ആളങ്ങ് കയറിപ്പറ്റി എങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ കയറിപ്പറ്റി, ഡോക്ടർ ഉദ്യോഗം പഠിക്കാൻ കയറിപ്പറ്റി. എത്ര കൊല്ലം പഠിക്കണം? 5 കൊല്ലം പഠിക്കണം. 5 കൊല്ലം പഠിച്ച് ചിറങ്ങി വരുന്ന ഈ കക്ഷിയോട്, ഈ വലിയ തലയുള്ളവനോട് ചോദിക്കണം, എന്തോ പഠിച്ചു? അയ്യോ, ഈ ജീവിയെക്കുറിച്ച് മൊത്തം ഒന്ന് പഠിച്ചു എന്നല്ലാതെ പ്രത്യേകം പഠിക്കണമെങ്കിൽ ഇനി സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണം. ഹാർട്ടിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവനെയാണ് കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതേ, സ്കിന്നിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവനാണ് സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ബോണിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവനാണ് ബോൺ സ്പെഷ്യലിസ്റ്റ്. ENT കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവനാണ് ENT സ്പെഷ്യലിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നെർവിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവനാണ് ന്യൂറോ സ്പെഷ്യലിസ്റ്റ്. ഞാൻ നിങ്ങളോടൊരു കൊച്ചു സംശയം ചോദിക്കട്ടെ. 5 കൊല്ലം കൊണ്ട് MBBS പഠനം പൂർത്തിയാക്കിയിട്ട് പിന്നെ ഹാർട്ടിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റായി. ന്യൂറോയെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ന്യൂറോ സ്പെഷ്യലിസ്റ്റായി. സ്കിന്നിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് സ്കിൻ സ്പെഷ്യലിസ്റ്റായി. ബോണിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ബോൺ സ്പെഷ്യലിസ്റ്റായി. അങ്ങനെ നഖം മുതൽ തലമുടി വരെ എല്ലാ ഭാഗത്തിൻ്റെയും സ്പെഷ്യലൈസ് ചെയ്ത ഒറ്റ ഡോക്ടറെ കാണിച്ചു തരാമോ? ദൈവത്തിന് സ്തോത്രം. എടാ, ഒരു മനുഷ്യൻ്റെ ആയുസ് കൊണ്ട് ഈ കണഞ്ഞാങ്കുടുക്ക പോലുള്ള തലയ്ക്കകത്ത്
ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പഠിച്ചു തീർക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇതിനെ മണ്ണിൽ മെനഞ്ഞ മഹാദൈവത്തിൻ്റെ പരമബുദ്ധി എത്രയാണെന്ന് കാണുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഈ രാത്രി കൈകെട്ടി വാപൂട്ടി അനങ്ങാമ്പാറ നയത്തിലിരിക്കാതെ ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ പറയുന്നു, ഇതിൻ്റെ പുറകിലൊരു ഡിസൈനർ ഉണ്ട്. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കകത്ത് അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കർത്തൃസന്നിധിയിൽ പങ്കുവയ്ക്കുമ്പോൾ വിഷയത്തിന്മേൽ ഇറങ്ങി ഇടപെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള എത്രയോ ദൈവമക്കൾ ഇവിടെയുണ്ട്. പ്രതിസന്ധികളുടെ 12-ാം മണി നേരം നിനക്ക് വേണ്ടി ആരും ഇടപെടാനില്ലാതെ നീ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയം മുറിക്കകത്ത് കയറി കഥകടച്ച് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ കാര്യം കൈമാറിയതിന്മേൽ എൻ്റെ ദൈവം ഇറങ്ങി ഇടപെട്ടിട്ടുള്ള സംഭവങ്ങളെ അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഞാൻ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ശരീരത്തിൻ്റെ സകല ഘടനകളും സർവശക്തൻ്റെ കരവേലയാണ്. പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. തലമുടി വളരും, പുരികം വളരാറില്ല. തലമുടി പോലെ പുരിയം കൂടെ താഴോട്ടെങ്ങ് വളർന്നിറങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നേനും ഗതി? സ്തോത്രം. തലമുടി വളരുമ്പോൾ ബാർബർ ഷോപ്പിൽ വെട്ടിക്കും. പുരിയം വളർന്നത് ബാർബർ ഷോപ്പിൽ കൊണ്ട് വെട്ടിച്ചവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? അല്ല. ഷട്ടർ ഇറങ്ങുന്നത് പോലെ പുരിയം കൂടെ താഴോട്ടെങ്ങ് ഇറങ്ങി. സംസാരിക്കാൻ ഒരാൾ മുൻപോട്ട് വന്നപ്പോഴാണ് ഇത് മുകളിലോട്ട് പിടിച്ചു കെട്ടി വെച്ചേക്കുന്നത്. സ്തോത്രം. അന്ന് വെക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ ഇതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി പൊക്കിപ്പിടിച്ച് വർത്താനം പറയേണ്ട ഗതികേട് ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ. കാരണം തലമുടി വളരണം, പുരികം വളരരുത് എന്ന് മനസ്സിലാക്കി ഇതിനെ മെനഞ്ഞ ഒരുവൻ്റെ കരം ഇതിനെ പുറകിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെന്ന്. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എല്ലാവർക്കും 2 ചെവി ഉണ്ടല്ലോ. കൊടയോടെ പുറത്തോട്ട് തള്ളി നിൽക്കുകയല്ലേ. തലസ്ഥാനത്ത് 2 ദ്വാരവും ഉണ്ടല്ലോ. ദ്വാരം മാത്രമേ ഉള്ളൂ. കൊടയില്ലായിരുന്നെങ്കിൽ വെള്ളെഴുത്തുകാരൻ അച്ചായന്മാരെ നമ്മുടെ കണ്ണാടിയുടെ കാൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തേനെ? ഒന്നും പറയണ്ട, കൂടുതൽ വിശകലനത്തിനൊന്നും പോകണ്ട. വിളിച്ചു പറഞ്ഞാൽ മതി, ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. അവൻ്റെ കരമാണ് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഒരു കോണിലെ ചാരികസേരയിൽ ചാരിക്കടന്ന് വായിൽ താമ്പൂലമിശ്രിതം മുറുക്കാൻ കൈക്കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് പത്രവും പൊക്കിപ്പിടിച്ചുറങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കനപ്പൂപ്പനല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ് എന്ന് കാണാൻ കണ്ണ് തുറന്ന ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തിപ്പറ, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ചോദ്യം, സിംഹാസനം വെച്ചതിന് ശേഷം ആൾ വന്നിരിക്കുകയാണോ, അതോ സിംഹാസനം എന്നു മുതൽ ഉണ്ടോ, അന്ന് മുതൽ ആൾ സിംഹാസനത്തിലുണ്ടോ? ഉത്തരം ഇതാണ്, സിംഹാസനം വെച്ചിട്ട് ആളിനെ ക്ഷണിച്ചതല്ല. ഈ സിംഹാസനം എന്നു മുതലുണ്ടോ അന്നു മുതൽ ആ ജഡ്ജി സിംഹാസനത്തിലുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഈ രാത്രിയിൽ കണ്ണുകളൊന്ന് ഉയർത്തി കാണണം. ന്യായം വിധിക്കുന്ന ദൈവം ഉയരത്തിൽ സിംഹാസനത്തിലുണ്ടെന്ന ബോധ്യം അനുഭവിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, നീതിയോടെ ന്യായം വിധിക്കുന്നവൻ്റെ കരം ഈ രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിലത് കാണുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി സ്തോത്രത്തോടെ പറയണം, ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു, എൻ്റെ ദൈവ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഞാൻ മറക്കാതെ ഓർക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്, ഞാൻ റാന്നിക്ക് സമീപം ഒരു സ്ഥലത്ത് എൻ്റെ ഒരു പറ്റം സുഹൃത്തുക്കളോടുകൂടെ ഒരു PYPയുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചില വർഷങ്ങൾക്ക് പുറകിൽ ഭവന സന്ദർശനം നടത്തുകയാണ്. ഭവന സന്ദർശനത്തിന് വേണ്ടി ഒരു വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപം ഞാൻ കണ്ടു. ആ രൂപമെന്ന് പറയാൻ കാരണം, 2 കൈയും ഈ ഭാഗം വെച്ച് മുറിഞ്ഞു പോയി തൂങ്ങിക്കിടക്കുകയാണ്. ഡ്രസ്സ് ഇടാതാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. നെഞ്ചിലേക്ക് നോക്കിയപ്പോൾ മുഴുവൻ പൊട്ടിത്തെറി മുഖാന്തരം കുത്തിക്കെട്ടിയതുപോലുള്ള വികൃതമായ പൊള്ളലിൻ്റെ പാടുണ്ട്. 2 കണ്ണുകളുമില്ല. 2 കണ്ണുകളുടെ ഭാഗത്ത് 2 തുളകൾ, 2 ദ്വാരങ്ങളുണ്ട്. ഇത് ഞാൻ നേരിട്ട് കണ്ട യാഥാർത്ഥ്യമാണ്. ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം പ്രതികൂലമായിട്ടാണ് പ്രതികരിച്ചത്. അത് കഴിഞ്ഞ്
ഞാൻ അടുത്ത വീട്ടിലോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് റാന്നിയിൽ മേനോന്തോട്ടം എന്നറിയപ്പെടുന്ന പഴയ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൽ ഒരു സ്ട്രെച്ചറിൽ ഒരു ബോഡി ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ശ്രദ്ധിച്ചപ്പോൾ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന ബോഡിയാണ്. വായിലൂടെ ആസിഡ് ഇങ്ങനെ ഒഴുകിയ പൊള്ളലിൽ ഇങ്ങനെ തിണർപ്പ് നിൽക്കുന്ന രീതി കാണാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, ഇതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഏറ്റവും ഹൃദയസ്പർശകമാണ്. ആ ചരിത്രം ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന റാന്നിയിലെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരിൽ ഒരാൾ ഞങ്ങളുടെ മേഖലയിലൊരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനാർത്ഥം എത്തിച്ചേർന്നു. അവിടെ വെച്ച് ശ്രദ്ധേയമായൊരു കുടുംബത്തിലെ ഒരു പ്രബല തറവാട്ടിലെ ഒരു പെൺകുട്ടിയെ സ്നാനപ്പെടുത്താൻ കർത്തൃമേശയൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം നേരെ പാട്ടുപാടി തമ്പേറടിച്ച് പാട്ടുപാടി അവർ ആറ്റുകടവിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴാണ് ആങ്ങളമാരറിഞ്ഞത് പെങ്ങളെ മുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഇതാ വീട്ടിലെ ഒരു തേട്ടപ്പട്ടിയെ കൂടെ അഴിച്ചു വിട്ട് നേരെ ആറ്റുകടവിലേക്ക് ചെല്ലും മുൻപ് പ്രാർത്ഥനാ ഹാളിലേക്കാണ് കയറിയത്. അത് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയിട്ട് കർത്തൃമേശയുടെ ബ്രെഡ് എടുത്ത് പട്ടിക്കിട്ട് കൊടുത്തു. അതിനുശേഷം മുന്തിരിച്ചാർ അവിടെയെല്ലാം ഉടച്ചൊഴിച്ചു. അതിനുശേഷം ഉപകരണങ്ങൾ പലതും നശിപ്പിച്ച് നേരെ സംഹാര താണ്ഡവമാടി ആറ്റുകടവിലേക്ക്. ആറ്റുകടവിൽ ചെന്നപ്പോൾ ദൈവദാസൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഈ പെൺകുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. വെള്ളത്തിൽ നിന്ന് ഈ കർത്തൃദാസനെ പിടിച്ച് കരയ്ക്ക് കയറ്റി ക്രൂരമായി മർദ്ദിച്ചു. എന്നോട് സുഹൃത്ത് പറഞ്ഞത്, ഒറ്റത്തൊഴിക്ക് തന്നെ കരണം മറിഞ്ഞ് മണൽത്തിട്ടയിലേക്ക് തെറിച്ചു വീണു. ആ പെൺകുട്ടിയെ കടവ് മുതൽ വീട് വരെ പൊതിര തല്ലി. അടിയേൽക്കുന്ന സമയം സ്തോത്രം 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 എന്ന് പറഞ്ഞതല്ലാതെ ഈ ദൈവദാസനോ സഹപ്രവർത്തകരോ കരമുയർത്തിയില്ല. സ്തോത്രം. ആ ദൈവദാസനെ അവിടെ ഉപേക്ഷിച്ച് അവർ കടന്നുപോയി. ഈ വിശ്വാസികൾ അദ്ദേഹത്തെ കയ്യിൽ കോരിയെടുത്ത് ഈ തകർത്ത പ്രാർത്ഥനാ ഹാളിൻ്റെ നടുക്ക് കടത്തി ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പത്തനംതിട്ട സർക്കിൾ ഒരു മുസ്ലിം സ്നേഹിതനാണ്. അദ്ദേഹം അവിടെ വന്ന് ചോദിച്ചു, നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് വന്നതാണ്, ഞങ്ങളെപ്പോലെ ഉള്ളവരില്ലേ, കാര്യം പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ആ കിടക്കുന്ന കിടപ്പിൽ ആ ദൈവദാസൻ പറഞ്ഞത് കേൾക്കണോ? സാറേ, ഞായറാഴ്ചയായി ഇന്ന് നിങ്ങളുടെ കോടതി അവധിയിലാണ്. ഞായറാഴ്ചയായി ഇന്ന് ഞങ്ങളുടെ കോടതി സിംഹാസനസ്ഥൻ പ്രവർത്തനത്തിലാണ്. സാറേ, ഞായറാഴ്ചയായി ഇന്ന് നിങ്ങളുടെ ജഡ്ജി അവധിയിലാണ്. എന്നാൽ ഞങ്ങളുടെ ജഡ്ജി ഇന്ന് സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. അവധിയെടുക്കാത്ത ഒരു ജഡ്ജിയും അവധിയില്ലാത്ത ഒരു കോടതിയും ഞങ്ങൾക്കുയരത്തിലുണ്ട് സാറേ. ഞങ്ങൾക്ക് കേസില്ല. ഞാൻ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഒരു വാക്കൂടെ അടിവരയിട്ട് പറയട്ടെ. നിനക്കെതിരെ അനീതിയോടെ കരമുയർത്തുന്ന വ്യക്തികളുടെ വിഷയം നീ കയ്യേൽക്കാൻ തയ്യാറാകാതെ നീതിയോടെ വിധിക്കുന്നവൻ്റെ കൈകളിലേക്ക് ഇന്ന് രാത്രി കൈമാറ്റം ചെയ്താൽ ഈ കാലചക്രത്തിരിവിൽ നിന്റെ കണ്ണടയുന്നതിന് മുൻപ് വിഷയത്തിന്മേൽ നടപടിയെടുക്കുന്ന ദൈവത്തിൻ്റെ കരം നിനക്ക് നേരിട്ട് കാണാൻ കഴിയും. മറക്കരുത്, ദൈവകരം വിഷയത്തിൻ്റെ പുറകിൽ ശക്തമായി ഉയരും. ദൈവത്തിന് സ്തോത്രം. കിട്ടിയത് കുറഞ്ഞു പോയി എന്ന നിലയിൽ ഒരു പരിഹാസത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ കയറി ചെന്ന ആ വീട്ടിൽ അന്നേക്കൊരാഴ്ച കഴിഞ്ഞ് രംഗം, വീടിൻ്റെ മച്ചിട്ട തറയിൽ മുകൾ ഭാഗത്ത് ആറ്റിലിടാൻ കൂട്ടമായി തോട്ടാ കെട്ടി വെച്ചിരിക്കുകയാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ലൈൻ ഒരുമിച്ച് കൊടുക്കുന്നതോടെ പൊട്ടത്തക്ക വിധത്തുള്ള സെറ്റിങ്സാണ്. താഴെ ആരോ ചെയ്തിരുന്ന ഒരു സെറ്റിങ്സിൽ അറിയാതെ ആരോ കണക്ട് ചെയ്തു. മേൽക്കെട്ടിടം പൊട്ടിത്തകർന്നു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി, മാംസഭാഗങ്ങൾ ചിതറി വീണു. പൂർണ്ണ ഗർഭിണിയായ ഒരു സഹോദരി താഴത്തെ മുറിയിൽ വയറ് പിളർന്നു മരിച്ചു എന്ന കുടുംബാംഗങ്ങളിൽ ഒരാൾ പറഞ്ഞ രംഗം ഓർക്കുന്നു. എന്തിനേറെ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, വെടിമരുന്നിൻ്റെ ഗന്ധം മുറ്റി നിൽക്കുന്ന ഈ രക്തം തകർന്ന് കുളിച്ച് ആ മുറ്റത്ത് മാംസം ചിതറിക്കിടക്കുന്ന ഇടത്തേക്ക് ആദ്യമായി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എടുക്കാൻ, FIR എടുക്കാൻ പഴയ സർക്കിളാണ് വന്നത്. ആൾക്കൂട്ടം മുഴുവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നടുവിലോട്ട് കയറി നിന്ന് കണ്ണുകൾ അവിടെ കുറപ്പിക്കുമ്പോൾ കണ്ണൊന്ന് നോക്കാൻ വയ്യാതെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു, അല്ലാ,
നീ നീതിയോടെ വിധിക്കുന്ന ജഡ്ജിയായി ഇന്നും ഉയരത്തിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. അല്ലാ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, ഇത് കളിയാണെന്ന് വിചാരിക്കരുത്. നീതിയോടെ വിധിക്കുന്നവൻ്റെ കരം ചരിത്രത്തിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഏതുവഴി മറച്ചാലും, സാക്ഷികളെ ഇല്ലാതാക്കിയാലും, തെളിവുകൾ നശിപ്പിച്ചാലും, മറ്റുള്ളവരെ സത്യവിരുദ്ധമായി പറഞ്ഞു മനസ്സിലാക്കിയാലും, എൻ്റെ ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൽ ഇന്നലകളിൽ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം ഒരു വലിയ ദൈവിക വിടുതലിൻ്റെ കരം തന്നെ ഉയരുകയും ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി, ആത്മക്കണ്ണുകൾ ഉയർത്തി നിങ്ങൾ കാണണം. ഇതാ ഒരാൾ സിംഹാസനത്തിൽ മഹാജഡ്ജിയായിട്ടിരിക്കുന്നു. അവൻ്റെ കരം ചരിത്രത്തെ നിയന്ത്രിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു കേട്ടോ. ഏകാധിപത്യത്തിൻ്റെ മുൾമുനയിൽ ലോകത്തെ കിടുകിട വിറപ്പിച്ച സിംഹ സാമ്രാട്ടുക്കളായ നെബുക്കദ്നേസറും നെബോണിദസും ബെൽസസറും എവിൽ മെരോദേക്കുമൊക്കെ ഇന്ന് ഭൂമിയിൽ 6 അടി മണ്ണിൽ നീറിത്തീർന്നപ്പോൾ മഹാസമുദ്രത്തിന് നേരെ പടവാൾ വീശിയിട്ട് നീ വൻകരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കുമായിരുന്നുവെന്ന് വീമ്പിളക്കിയ ഗ്രീസിലെ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ഈ മണ്ണിൽ അസ്തമിച്ചപ്പോൾ ഇരുന്നതിന് ശേഷം ഇതുവരെ ബലഹീനത കൊണ്ട് കസേര വിടേണ്ട ആവശ്യമില്ലാതെ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന ഒരു മഹാജഡ്ജി ഉയരത്തിലിരിക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവത്തിൻ്റെ ജനം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറയണം, കാൽവറിയിലെ രക്തത്താൽ എനിക്ക് തന്ന വീണ്ടെടുപ്പോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. അവൻ ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന ചോദ്യം പൂർണ്ണമായിട്ടില്ല. അത് പിതാവായ ദൈവമാണോ? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ജഡ്ജി എന്നറിയാമോ? സോക്രട്ടീസ് അല്ല, പ്ലേറ്റോ അല്ല, അരിസ്റ്റോട്ടിലല്ല, ഈ ഭൂമി കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസന്മാരാരുമല്ല. മരണത്തിൻ്റെ താഴ് തകർത്ത് 3-ാം നാൾ ഉയർത്ത ഒരുവൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. അവനാണ് ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നാവ് തുറന്ന് വിളിച്ചു പറയണം, എൻ്റെ അപ്പച്ചനാണ് ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതെങ്കിൽ പോരാ പോരാ. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴറിയണം നിങ്ങളുടെ അകത്തെ തിളപ്പ് എത്ര വലുതാണെന്ന്. എൻ്റെ അപ്പച്ചനാണ് ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതെങ്കിൽ അവൻ അറിയാതെ ഒന്നും സംഭവിക്കയില്ലെന്ന് ആത്മാവിൽ കാണുന്ന ദൈവമക്കളുടെ ആരാധന ഉയരണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കഴുകുമരമുണ്ടാക്കി ഡേറ്റും തീരുമാനിച്ച് കുലമരം തയ്യാറാക്കി കയറിൻ്റെ ബലവും പരിശോധിച്ചാണ് ഹാമാനെ നീ വന്നിരിക്കുന്നതെങ്കിലും എൻ്റെ അപ്പച്ചനാണ് ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതെങ്കിൽ അവൻ കാര്യങ്ങളെ തിരിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ രാത്രി ദൂത് വിളിച്ചു പറയാം, ഇന്ന് രാത്രിയും സ്തോത്രത്തോടെ കാണുക, അവൻ ജഡ്ജിയായി ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. ആ കരത്തെ നിയന്ത്രിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കല്ലറകൾ നിറഞ്ഞ സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് വെസ്റ്റ്മിനിസ്റ്റർ ആബയാണ്. ഇംഗ്ലണ്ടിനെ കിടുകിട വിറപ്പിച്ച നിരവധി ഭരണാധികാരികളുടെ കല്ലറകളുടെ നീണ്ട നിര വെസ്റ്റ്മിനിസ്റ്റർ ആബയിലുണ്ട്. മക്കയിലെത്തിയാൽ മുഹമ്മദ് നബിയുടെ ശവകുടീരം നിങ്ങൾക്ക് കാണാം. സലാലയിലെത്തിയാൽ ഇയ്യോബിൻ്റെ ശവകുടീരം നിങ്ങൾക്ക് കാണാം. മക്കപ്പേല ഗുഹയിലെത്തിയാൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ലേയയുടെയും ശവകുടീരങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം, പുരാതന ശവകുടീരങ്ങളുടെ മേൽമൂടി തകർത്തിട്ട് മക്കയിൽ മുഹമ്മദ് നബിയുടെയോ സലാലയിൽ ഇയ്യോബിൻ്റെയോ മക്കപ്പേല ഗുഹയുടെയോ മേൽമൂടി തകർത്തിട്ട് അതിൽ നിന്ന് വാരിയെടുക്കുന്ന ശവധൂളികൾക്കകത്ത് മരിച്ചവൻ്റെ തിരുശേഷിപ്പുകൾ കിട്ടും. എന്നാൽ തിരുശേഷിപ്പ് അവശേഷിപ്പിക്കാതെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഈ രാത്രി നമ്മൾ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കല്ലറയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തതിനാൽ മനുഷ്യകുലത്തിന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു. ന്യായവിധി യാഥാർത്ഥ്യം. അങ്ങനാണെങ്കിൽ ആ ജഡ്ജിമെന്റ് സീറ്റിൽ മഹാജഡ്ജി സിംഹാസനസ്ഥനായിരിക്കുകയാണ്. ഇനി അടുത്ത പ്രയോഗം ദൈവാത്മാവ് പറയുകയാണ്,
മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? സ്തോത്രം. ചത്ത പിന്നെ തല തെക്കോ വടക്കോ എങ്ങോട്ടിരുന്നാൽ എന്താ ഉപദേശി എന്ന് ചോദിക്കുന്നവരല്ലേ ഈ നേറിയ പങ്കും. സ്തോത്രം. മഹാഭാരത കഥകളിൽ ഒരു ശ്രദ്ധേയമായ വളരെ ചിന്തോദ്ദീപകമായൊരു കഥയുണ്ട്. വനവാസകാലം. യുധിഷ്ഠിരൻ സഹോദരങ്ങളെ വെള്ളത്തിന് പറഞ്ഞു വിടുന്നതാണ് രംഗം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, സ്കൂളിൽ പഠിച്ചിട്ടുള്ള കഥയാണ് ഞാൻ പറയുന്നത്. വെള്ളത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ എത്തിച്ചേർന്നു. വെള്ളമെടുത്ത് കുടിക്കാൻ ജലാശയത്തിലേക്ക് കൈനീട്ടി വെള്ളം എടുക്കുമ്പോൾ ഒരശരീരി ശബ്ദം മുഴങ്ങുന്ന ശബ്ദം ഇതാണ്: ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. പക്ഷെ കുടിച്ചുപോയി, ആൾ മരിച്ചു വീണു. 1, 2, 3, 4 മരണം തുടരുകയാണ്. ഒടുവിൽ പറഞ്ഞു വിട്ടയാൾ തന്നെ അവിടെ എത്തി. അദ്ദേഹം വെള്ളം കുടിക്കാൻ ആ വരൾച്ചയുടെ സമയം ആർത്തിയോടെ കൊതിച്ചുകൊണ്ട് വെള്ളം കോരുമ്പോൾ ശബ്ദം മുഴങ്ങുന്നു: ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണം, അല്ലാതെ വെള്ളം കുടിക്കരുത്. തത്വം തെളിയിപ്പാൻ ആ ഭാവനാ സംബന്ധമായ കഥ വളരെ പ്രസക്തമാണ്. ആദ്യത്തെ ചോദ്യം വളരെ താത്വികമായ ചോദ്യം: ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ഉത്തരം: ഇടത്തും വലത്തുമുള്ളവർ മരിക്കുമ്പോഴും താൻ മാത്രം മരിക്കാതെ ഇവിടെ തുടരും എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ മിഥ്യാബോധമാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എത്ര കാലം നമ്മൾ ഇവിടെ കഴിയും? സ്തോത്രം. 50 വയസ്സ് കഴിഞ്ഞവരല്ലേ ഇതിനകത്തിരിക്കുന്നവരിൽ 99 മുക്കാലെ അരക്കാലെ ശാകാണി മുണ്ടാണി എന്നൊക്കെ പഴയ ഭാഷ പറയുന്ന പോലെ 50 കഴിഞ്ഞില്ലേ? ഇനി കൂടിയാൽ എത്ര വർഷം? 29,200 ദിവസമേ 80 കൊല്ലം കിട്ടിയാൽ കിട്ടൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇരിപ്പും മരപ്പും തരിപ്പും പെരിപ്പും ഒക്കെ കൂടി അങ്ങോട്ടങ്ങ് അടുക്കും. ഇപ്പം തന്നെ പലരുടെയും മുഖത്ത് നോക്കിയിട്ട് ഇരിക്കുന്ന ഇരിപ്പിൽ പെരിപ്പും മരപ്പും തരിപ്പും ഒക്കെ ഉണ്ട്. അങ്ങനാണെങ്കിൽ ഒരു 7,000-8,000 ദിവസത്തിനുള്ളിൽ ശവസംസ്കാരം കഴിയേണ്ട ജീവച്ഛവങ്ങളാണ് നമ്മളിൽ 75%. ദൈവത്തിന് സ്തോത്രം. ഇതിന് ശേഷം പിന്നെ എങ്ങോട്ടാ? ഇതിന് ശേഷം കഥ തീരുകയാണെങ്കിൽ സാരമില്ല, ഇതിന് ശേഷം കഥ തുടങ്ങുകയാണ് എന്ന് കാണാൻ കണ്ണ് തുറന്നാൽ അതാണ് ധന്യത. നിങ്ങൾക്കറിയാമോ, സാധു സുന്ദര സിംഗിൻ്റെ ഗുരുപാതാന്തികം എന്ന ജീവിതാനുഭവങ്ങളിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ അദ്ദേഹം ഹിമാലയ മേഖലയിൽ ധ്യാനാത്മകനായിരുന്നു. ആ പ്രത്യേക സമയം ധ്യാനത്തിൽ അദ്ദേഹം ശരീരരഹിതനായ ആത്മലോകത്തിലേക്ക് കടക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ അടുത്തു വന്നിട്ട് ചോദിച്ചു, സർ, എന്നെ അറിയുമോ? അപ്പോൾ മറുപടി, അറിയത്തില്ലല്ലോ. ഇത്ര ദിവസങ്ങൾക്ക് മുൻപ് ഇന്ന കുഷ്ഠരോഗ ആശുപത്രിയിൽ ഒരു പച്ച മറയ്ക്കകത്ത് മൂക്കും വിരലുകളും ശരീരഭാഗങ്ങളും ഇരുന്ന് മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മരണത്തോടടുക്കുന്ന ഒരു കുഷ്ഠരോഗിയുടെ അടുക്കലിരുന്ന് ജീവന്റെ വചനം പങ്കുവെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഏറ്റുപറയിപ്പിച്ചത് ഓർക്കുന്നു. ഞാൻ യേശുവെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള മണിക്കൂറുകൾ കഴിഞ്ഞു. മരണത്തിലൂടെ ഞാൻ ഈ ലോകത്തിലെത്തി സാർ. എൻ്റെ മുറിഞ്ഞു പോയ വിരലും എൻ്റെ ദ്രവിച്ചു പോയ മൂക്കും ചെവിയും തിരിച്ചു വന്നു. ഞാൻ തേജസ്സിലായിരിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞാൻ ഈ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവമക്കളുടെ ഒരു കാര്യം പറയാം. കൊലയ്ക്കാൻ പോകുന്ന വാഴയുടെ 4ാമത്തെ പടലയിൽ 7 കായ ഉണ്ടാകാൻ വേണ്ടിയല്ല സുവിശേഷ പ്രസംഗം. സ്തോത്രം. ആ ഓടിച്ചു പോകാൻ വേണ്ടി കയ്യിൽ കിട്ടിയിരിക്കുന്ന കാറ് വിറ്റിട്ട് അടുത്ത കൂടിയ മോഡൽ എടുക്കാൻ കൃപ പകരാനല്ല ഞങ്ങളിവിടെ പ്രസംഗം നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മണ്ണിൽ ഒന്നും നേടിയില്ലെങ്കിലും നിന്റെ ശ്വാസം നിലച്ചാൽ നിനക്ക് വേണ്ടി നരകം വായി പിളർക്കാതെ നിത്യത സ്വന്തമാക്കാൻ ക്രൂശിൻ്റെ വചനം പങ്കുവയ്ക്കലാണ് ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ ഈ രാത്രി തുറന്ന ചെവിയോടെ കേൾക്കണം. സ്തോത്രം. ഇദ്ദേഹം ആത്മനിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹം നേരെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റൽ രജിസ്റ്റർ എടുപ്പിച്ചിട്ട് ഈ മരണസമയം ആത്മലോകത്തിൽ വെച്ച്
ഞാൻ ഈ ദേശത്ത് ഈ ആത്മലോകത്തിലെത്തി എന്ന് പറഞ്ഞ ടൈം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മരണം രജിസ്റ്ററിൽ കുറിച്ചിരിക്കുന്ന ഡേറ്റും പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. എന്തെന്നറിയാമോ? ആത്മലോകത്തിൽ വെച്ച് ആ ആളത്വം ഇന്ന സമയമാണ് ഞാൻ ആ ആശുപത്രി കിടക്കയിൽ നിന്ന് ഈ ലോകത്തിലെത്തിയെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെയാണ് ഈ ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ മരണം കുറിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, യേശുവിൻ്റെ രക്തം എൻ്റെ പാപമോചനത്തിലൂടെ നിത്യതയ്ക്ക് എന്നെ അർഹനാക്കി എന്ന് പറയാൻ നിന്റെ മനസ്സിന് ധൈര്യമില്ലെങ്കിൽ സുഹൃത്തേ, നീ ഗുരുതരമായ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. അടുത്ത ദിവസം നിന്റെ ജീവിതത്തിൻ്റെ അന്ത്യമാണോ അല്ലെന്ന് ആർക്കറിയാം? ഞാൻ ചോദിക്കട്ടെ, കോവിഡ് വന്നു, എത്രയോ പ്രിയപ്പെട്ടവർ ഈ മണ്ണിൽ നിന്ന് മടക്കയാത്ര നടത്തി, ഇറങ്ങി വരട്ടെ, ഇപ്പോൾ അങ്ങോട്ട് പോയി പനി ഒന്ന് ശമിച്ച് കഴിയുമ്പോൾ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് കയറിപ്പോയതല്ലേ. പക്ഷേ തിരിച്ചു വന്നില്ല കേട്ടോ, പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കത്തിച്ച് കളയുകയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി മരണദൂതൻ നിന്റെ മേൽ തലോടുന്നതിന് മുൻപ് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചിട്ട് നീ നിത്യതയ്ക്കായി ഒരുങ്ങുന്ന രാത്രിയായി തീരാൻ പരിശുദ്ധാത്മാവ് നിന്നെ ആത്മാവിൽ ഒരുക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ദൈവശക്തി ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, നിത്യത യാഥാർത്ഥ്യമാണ്, നിത്യത യാഥാർത്ഥ്യമാണ്. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ആ രംഗത്തേക്കൊന്ന് കൊണ്ടുപോകുക. അനന്തവിശാലമായ വീഥിയിൽ കോടിക്കണക്കിന് ആളുകൾ മുഴുവൻ ഇതാ ദൈവസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയാണ്. അവരിങ്ങനെ വന്നങ്ങോട്ട് നിൽക്കുമ്പോൾ ഹന്നാവും കയ്യാഫാവും പീലാത്തോസും ഹേരോദാവും മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, ഹിറ്റ്ലറും മുസോളിനിയും ലോകചരിത്രം കണ്ടിട്ടുള്ള പ്രമുഖന്മാരെല്ലാവരും ആ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതാ ഒരാൾ ഇരിക്കുന്നു. അത് മറ്റാരുമല്ല, ആശാരി തച്ചൻ്റെ കൊച്ചനെന്ന് തങ്ങൾ പരിഹസിച്ചു പറഞ്ഞ, മറിയയുടെ മകനെന്ന് തങ്ങൾ മറിച്ചു പറഞ്ഞ ആ സാധാരണ ആശാരി കൊച്ചൻ, അവൻ സാധാരണ ആശാരി കൊച്ചനല്ല, ഈ പ്രപഞ്ചം പടുത്ത മഹാദൈവത്തിൻ്റെ ഏകജാതനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും സകല മുഴങ്കാലും അവിടുത്തെ സന്നിധിയിൽ മടങ്ങും. ഗ്ലോറി, 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 ദൈവത്തിന് മഹത്വം. ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്തിനെന്നറിയാമോ? ഞാൻ രക്ഷിക്കപ്പെട്ടത് നിത്യ നരകത്തിൽ നിന്നും വിടുവിക്കപ്പെടാനാണ് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഈ രാത്രി വാ തുറന്ന് വിളിച്ചു പറ, ഈ നിത്യതയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിന്റെ ഭൗതിക ആവശ്യം നിറവേറ്റിത്തരാൻ യേശു വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നിന്റെ ഭൗതിക ആവശ്യം നിറവേറ്റി തരാൻ യേശു വിശ്വസ്തനാണ്. എന്നാൽ ഞാനൊരു വസ്തു നിങ്ങളോട് ചോദിക്കുന്നു, ഭയപ്പെടേണ്ടത് ഒന്നാം മരണത്തെയാണോ രണ്ടാം മരണത്തെയാണോ? സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാം മരണത്തെയാണോ രണ്ടാം മരണത്തെയാണോ ഭയപ്പെടേണ്ടത്? ഭയപ്പെടേണ്ടത് ഒന്നാം മരണത്തെ അല്ല, ഭയപ്പെടേണ്ടത് രണ്ടാം മരണത്തെയാണ്. നിങ്ങൾ ഗൗരവത്തോടെ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം ലാസറിൻ്റെയും ധനവാന്റെയും സംഭവ കഥയിൽ ലാസറിൻ്റെയും ധനവാന്റെയും സംഭവം സൂചിപ്പിക്കുമ്പോൾ ലാസർ ഇരിക്കുന്നത് എവിടെ? അബ്രഹാമിൻ്റെ മടിയിൽ. ധനവാൻ ഇരിക്കുന്നത് എവിടെ? യാതനാ സ്ഥലത്തെ കൊടിയ പീഡയ്ക്കകത്ത്. യാതനാ സ്ഥലത്തെ കൊടിയ പീഡയ്ക്കകത്ത് ഈ ധനവാൻ നിലവിളിക്കുന്ന സമയം ഒരു തുള്ളി വെള്ളത്തിനായിട്ട് അവൻ പിടയുകയാണ്. ഞാൻ ഈ രാത്രി പറയട്ടെ, അവിടെ കിടന്നുകൊണ്ട് ഒരു കാര്യം മനസ്സുകൊണ്ട് ഓർക്കുകയാണ്, പരോളിലൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഓടി നടന്ന് സുവിശേഷം പറയാമായിരുന്നെന്ന്. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗുരുതരാവസ്ഥയാണ് അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നതെന്ന് ഒന്ന് കണ്ണ് തുറന്ന് കാണാൻ ഭാഗ്യം കിട്ടിയാൽ നിത്യത സ്വന്തമാക്കാൻ ഒരു വ്യക്തിയെങ്കിലും ഇവിടെ ശേഷിപ്പുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ ദൈവാത്മാവ് ഒരുക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. കേട്ടോ, അവർ അവിടെ വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. എന്നെ അത്ഭുതപ്പെടുത്തിയ നിരവധി സംഭവങ്ങളുണ്ട്. അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം, മരണത്തോടുള്ള ബന്ധത്തിൽ 3 സ്റ്റെപ്പുകളെ നമ്മൾ തിരിച്ചറിയണം. ഒന്ന്,
പ്രകൃതിജന്യമായ ഒരു മരണാവസ്ഥയുണ്ട്, എന്നാൽ ക്ലിനിക്കലായ ഒരു ഡെത്തുണ്ട്. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞ് ആളുടെ ശരീരം നേരെ തണുപ്പിലേക്ക് പോയി ദുർഗന്ധം വമിക്കുന്ന ഘട്ടത്തിലേക്ക് പോകും. എന്നാൽ പ്രകൃതിദത്തമായി ആൾ പോയല്ലോ എന്ന് പറഞ്ഞതിനും തിരിച്ച് ക്ലിനിക്കലായ ഡെത്തിനും ഇടയ്ക്കുള്ള സമയം, ജീവനിലേക്ക് തിരിച്ചു വന്ന ചില പ്രത്യേക സംഭവങ്ങളുണ്ട്. ആ സംഭവം കേൾക്കുന്ന സമയം അതൊരു യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കണം. ദൈവത്തിന് സ്തോത്രം. സിലു എന്നൊരു സഹോദരി ഡാളസിൽ പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റലിൽ മരണത്തോടടുക്കുകയാണ്. പ്രസവം നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ നൽകിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ദൈവത്തിന് സ്തോത്രം കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും മരണം ഉറപ്പാകുന്നതിലേക്ക് നീങ്ങി. ലങ്സിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനാൽ നേരെ വെന്റിലേറ്റർ കണക്ട് ചെയ്തു. ഭർത്താവിനോട് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു, മരണം ഉറപ്പാകുന്നു. വെന്റിലേറ്റർ കണക്ട് ചെയ്യുകയാണ്. വെന്റിലേറ്റർ കണക്ട് ചെയ്തു. ഇപ്പോഴേക്കും പാസ്റ്ററും വിശ്വാസികളും അവിടെ എത്തി. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളുടെ സഹോദരിയുടെ ഡെഡ് ബോഡിയുമായി നാളെ ഫ്യൂണറൽ ഹോമിലേക്ക് കടന്നു പോകാൻ ഇടയാകാതെ ഞങ്ങളുടെ സഹോദരി കണ്ണ് തുറന്ന് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന കാഴ്ച കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊരു ദൂത് പറയാം. സമയമാകുന്നതിന് മുൻപ് നിന്റെ ജീവനെ പിടിച്ചുകൊണ്ടു പോകാൻ മരണദൂതൻ്റെ കരം ഉയർന്നാൽ അതിനെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ കഴിവുള്ള യേശുവിൻ്റെ കരം ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ഭൗതിക വിഷയത്തിന് അവൻ പര്യാപ്തനാണെന്ന് മാത്രമല്ല, നിന്റെ ആത്മീയ ജീവിതത്തിന് അവൻ പര്യാപ്തനാണ്. മറക്കരുത്. സ്തോത്രം. ഈ ഭക്തന്മാരുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. രാവിലെ സമയം ആദ്യമായി ആ സഹോദരി ജീവനിലേക്ക് കണ്ണു തുറന്നു. ഇനിയും ഈ സഹോദരി പറയുന്ന അനുഭവ സാക്ഷ്യം കേട്ടാൽ ഞെട്ടിപ്പിക്കുന്നതാണ്, ത്രസിപ്പിക്കുന്നതാണ്, തരിപ്പിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, വി ആർ കൃഷ്ണയ്യർ. അദ്ദേഹം മലയാള മനോരമയിൽ പരമ്പര എഴുതിയപ്പോൾ മരണവാതിലിനപ്പുറം എന്നൊരു ഭാഗത്ത് താൻ ഇങ്ങനെ കുറിച്ചു: എൻ്റെ ഭാര്യയുടെ മരണം വരെ ഞാനൊരു നിരീശ്വരവാദി, എൻ്റെ ഭാര്യയുടെ മരണാനന്തരം ഞാനൊരു ഈശ്വര വിശ്വാസി. കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പറയുന്നു, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അത് മറ്റ് ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഞാനിന്ന് രാത്രി പറയുമ്പോഴും ഇത് അത്ര വിശ്വസിക്കാത്ത ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു കാര്യം കണ്ടു, ഞാനൊരു കാര്യം കേട്ടു, അത് സംഭവിക്കുന്ന സമയത്ത് എൻ്റെ ശരീര സാന്നിധ്യം ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് 3 കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ഉറപ്പാണ്. ഞാൻ പറയാം, മിഥ്യയല്ലാത്ത, ദൈവത്തിന് സ്തോത്രം, ഒരു വിധത്തിൽ സങ്കല്പമില്ലാത്ത, ഐതിഹ്യം തൊട്ട് തീണ്ടാത്ത ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിലിരിക്കുന്ന ജീവൻ്റെ വചനം മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, പത്രോസും യാക്കോബും യോഹന്നാനും ഒരുമിച്ച് വിശുദ്ധ പർവ്വതത്തിലായിരിക്കുന്ന സമയത്ത് മോശയും ഏലിയാവും കൺമുൻപിൽ വന്ന് മരിച്ചു മൺമറഞ്ഞ മോശ അക്ഷരാർത്ഥത്തിൽ നിന്നുകൊണ്ട് യേശുവിനോട് സംസാരിക്കുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും ഹാലൂസിനേഷൻ അല്ല. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗമാണ്. ഇല്ലാത്തത് കാണും, ഇല്ലാത്തത് കേൾക്കും. എന്നാൽ ഇത് ഹാലൂസിനേഷൻ അല്ല. ഹാലൂസിനേഷൻ ഒരാൾക്കേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇത് 3 പേരും ഒരുപോലെ കാണുകയാണ്. ഇതാ പത്രോസ് വന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് നിൽക്കുകയാണ്. പത്രോസ് യാക്കോബ് യോഹന്നാനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മോശ വന്ന് നിന്ന് സംസാരിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ മരിച്ചു മൺമറഞ്ഞവൻ അവൻ്റെ ആളത്വത്തിൽ എഴുന്നേറ്റ് വന്ന് നിന്ന് യേശുവിനോട് സംസാരിക്കുന്നത് കാണുകയും കേൾക്കുകയും ശബ്ദം കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിൽ അവർ പറയുന്നു, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ട് ഇത് പറയുകയല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളായി പറയുന്നു. മരണാനന്തരം യാഥാർത്ഥ്യമാണ്. ആത്മാക്കൾക്ക് ശരീരരഹിതമായി നിലനിൽപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരി പറഞ്ഞ കാര്യം ഞാൻ തീർത്തില്ലല്ലോ. ഈ സഹോദരി പറയുകയാണ്, ഞാൻ മരിക്കാൻ തുടങ്ങുന്ന സമയം ആദ്യത്തെ സിഗ്നൽ ഉണ്ടായത് എൻ്റെ കാലിൽ നിന്നും തണുപ്പ് തുടങ്ങിയതാണ്. ആ തണുപ്പ് എരച്ച് കയറി എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തെത്തിയപ്പോഴേക്കും ആ സഹോദരി പറയുകയാണ്, ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ ഒരു രൂപത്തിൽ ഞാൻ എൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങി. ചില ആൾക്കാർ ഇവിടെ നിന്ന് പറയുക, ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് അനുഭവമാകട്ടെ, അപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞിരിക്കും കേട്ടോ. ഈ സഹോദരി പറയുക,
പറയുക, എന്നിട്ട് ഞാൻ നേരെ മുകളിലേക്ക് ഉയർന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ ഡോക്ടേഴ്സ് ബെഡിൽ കിടത്തിക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു. സ്തോത്രം. ഞാൻ വേഗം യാത്രയായി. ഞാനൊരു വിശാലമായ പ്രതലത്തിലെത്തി. അങ്ങ് ദൂരെ ഒരു സ്വർണ്ണ കവാടം. ആ കവാടത്തിൻ്റെ മുൻപിൽ വെള്ളിച്ചിറകുള്ള ഒരു മാലാഖ കാവൽ നിൽക്കുന്നു. ആ കവാടം തുറന്നിട്ടുണ്ട്. ആ കവാടത്തിൻ്റെ ഇടവഴിയിലൂടെ ഞാൻ അകത്തോട്ട് നോക്കുമ്പോൾ അതിനകത്തെ സന്തോഷം എൻ്റെ വാക്കുകൾക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങോട്ടൊന്ന് കടക്കാനുള്ള കൊതിയോടെ ആ സഹോദരി കുറിക്കുക, എന്നെ ആരും തിരിച്ചു വിളിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കവാടത്തോടടുക്കുമ്പോൾ കരമുയർത്തിപ്പിടിച്ച് ഭൂമിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആ ദൂതൻ പറഞ്ഞു, നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഒരു സഭയും നിനക്കായി പ്രാർത്ഥിക്കുന്നു. മടങ്ങിപ്പോകൂ. പിന്നെ ഞാൻ ഈ ശരീരത്തിൽ എത്തിയത് എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ അനുഭവം. എൻ്റെ കുഞ്ഞെ, ഇന്ന് രാത്രി ഈ ദൂത് തൊണ്ടകീറി പറയുമ്പോൾ നിങ്ങളുടെ ഭൗതിക നേട്ടത്തെ അല്ല ഞാൻ ഉയർത്തിപ്പിടയുന്നത്. യേശുവിൻ്റെ രക്തത്തിലൂടെ നിത്യത സ്വന്തമാക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലൊരു ഭാഗ്യം മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നൃത്തം ചെയ്ത് ആരാധിക്കണം, നിത്യതയെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന കുഞ്ഞ് ഒരു കർത്തൃദാസനോട് പറഞ്ഞു, പപ്പ ഒരു ട്രാക്റ്റ് വേണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. എന്തിനാ മോളെ നിനക്ക് ട്രാക്റ്റ്? എനിക്കൊരാൾക്ക് കൊടുക്കാനാ പപ്പ. കൊണ്ടുപോയി. കൊടുക്കാനൊന്നും പറ്റിയില്ല. തിരിച്ചു വന്ന് അങ്ങേപ്പുറത്തെ ഒലിപ്പുതോടിൻ്റെ അവിടെ സ്കൂൾ ബസ്സിൽ ഇറങ്ങി വീട്ടിലോട്ട് കയറുന്ന സമയത്ത് സ്തോത്രം ബാഗിലെ ട്രാക്റ്റിൻ്റെ കാര്യം ഓർത്ത് അതെടുത്ത് തൊട്ട് താഴത്തെ കടവിൽ പശുവിനെ കുളിപ്പിക്കുന്ന ഒരു ചേട്ടനെ കൊണ്ട് കൊടുത്തു. ഇയാളിത് കയ്യിൽ വെച്ചിട്ട് മരണാനന്തര ജീവിതം ഒന്ന് കണ്ട ഉടനെ കലി കയറി. അങ്ങനെയാണല്ലോ സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ചിലർക്ക് കുച്ചിപ്പുടും ഭരതനാട്യവും ഒക്കെ വരുമല്ലോ. ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ? സ്തോത്രം. ഒന്നും ആ കുഞ്ഞ് പറഞ്ഞില്ല. അന്ന് വൈകിട്ട് ആ മനുഷ്യൻ തിരിച്ചു വീട്ടിലെത്തിയില്ല. രാത്രിയിൽ അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ താഴത്തെ ആറ്റുകടവിൽ ഈ ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. ഞാൻ മരണവാർത്ത പറയാൻ വന്നതല്ല. ഫിക്സ് രോഗിയായി ഇദ്ദേഹം വെള്ളത്തിൽ വീണ് മരിക്കുകയായിരുന്നു. ഞാൻ പറയാം, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ട്രാക്റ്റും കൊണ്ടുപോകാൻ ആ കുഞ്ഞിനെ പ്രേരിപ്പിച്ചത് ആർക്കും കൊടുക്കാതെ കടവിൽ വന്ന് അത് കുഞ്ഞിനെ ഓർപ്പിച്ച മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തത് ദൈവശബ്ദമാണ്. അടുത്ത ദിവസം ശരീരത്തിൽ തുടങ്ങിയിരിക്കുന്ന ചെറിയ മുഴ ബയോപ്സിക്ക് പോയാൽ ക്യാൻസർ ആകുമോ? ആർക്കറിയാം? ആ യൂറിനിലെ വ്യതിയാനം ക്രിയാറ്റിൻ വർദ്ധിച്ച് ഡയാലിസിസിലേക്ക് പോകുമോ? ആർക്കറിയാം? ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിക്കുന്നു, ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടുന്ന ദുരന്ത ഘട്ടത്തിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണുമോ? ഈ രാത്രി എൻ്റെ പേരെവിടെ ഉണ്ടാകും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ നിന്നെ കഴുകാൻ രക്തത്തിൻ്റെ ശക്തി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന ദൈവത്തിൻ്റെ വചനം യാഥാർത്ഥ്യമാണെങ്കിൽ 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നി സർപ്പത്തിൻ്റെ ദംശനമേറ്റ് പിടഞ്ഞു വീഴുന്ന യഹൂദൻ അവൻ്റെ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോട്ടമുറപ്പിക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ രോഗശാന്തി ആ സിരകളിൽ വ്യാപരിച്ച് അവൻ കാലൂന്നി എഴുന്നേൽക്കുന്ന സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് മെഴുകുതിരി വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുളിനേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വഴിപാടുകൾ വേണ്ട. ആ കാൽവറിയിലെ ബലിമരണം എൻ്റെ പാപമോചനത്തിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റി നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കാൻ യേശുവിൻ്റെ കരം ഇവിടെ ചലിക്കുകയാണ്. ശബ്ദമുയർത്തി എത്ര പേർ പ്രാർത്ഥിച്ചു തുടങ്ങും? ശബ്ദമുയർത്തി എത്ര പേർ പ്രാർത്ഥിച്ചു തുടങ്ങും? ഈ രാത്രി ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഏത് വിധിയുടെ ഭീകരതകളെയും അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഭാരമുള്ള ചില ദൈവമക്കളുടെ പ്രാർത്ഥന ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ ഉയരണം. ദൈവത്തിന് സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും
തീപ്പൊയ്യയിൽ തള്ളിയിടുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ അഗ്നികൂപത്തിലേക്ക് ആത്മാക്കൾ ഒരു നിലവിളിയോടെ പതിക്കാൻ തുടങ്ങുന്ന കാഴ്ച വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി എന്നോട് ചേർന്നൊരു വാക്യം ഉദ്ധരിക്കാൻ തുടങ്ങുകയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും അത് വാ തുറന്നിന്ന് രാത്രി എന്നോട് ചേർന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊന്ന് ഉച്ചരിച്ച് പറയുമോ? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പിതാവിൻ്റെ മഹിമയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു, അന്ന് ഇന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന ദൈവമക്കൾ യേശുവിനോടുകൂടെ ഈ ഭൂമിയെ ഭരിക്കുന്ന രാജാക്കന്മാരായി വെളിപ്പെടുമ്പോൾ ഇന്ന് ഏറ്റുപറയാത്ത വ്യക്തികൾ അന്ന് അഗ്നി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെങ്കിൽ ഈ രാത്രി ആ നരകത്തിയുടെ ഭീകരത എൻ്റെ മേൽ വരരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്ന രാത്രിയാകണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹംദര ദൽഘടകൻ ഏതിക ജഗൽഘടക രൗദര ദിഗരയ രഗനക. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ ഗ്രൗണ്ടിന് കാവൽ നിൽക്കുകയാണ്. ഞാൻ ഈ രാത്രി പറയാം, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരെന്നറിയാമോ? അത് പൗലോസ് അല്ല, അത് തിമത്തിയോസ് അല്ല, അത് തീത്തോസ് അല്ല, അത് ലൂക്കോസ് അല്ല, അത് ദാവീദല്ല, അത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഒരു വഴി 50 കിലോമീറ്റർ നീളത്തിൽ ഉണ്ടായിരിക്കുന്നതിന് ഇടയ്ക്കെല്ലാം അതുവഴി പോകരുത്, അതുവഴി പോകരുത്, അതുവഴി പോകരുത്, അതുവഴി പോകരുത് എന്ന് മുന്നറിയിപ്പ് ബോർഡ് പോലെ യേശു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്തെറിഞ്ഞു കളക. സ്തോത്രം. 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. ഇന്ന് രാത്രി ദൈവങ്ങൾ ശ്രദ്ധിച്ചേ, വചനത്തിന് ഗൗരവം നിങ്ങൾ കണ്ടോ? അർഹിക്കുന്ന വാക്കിൻ്റെ ഊക്കോടി തെടുക്കണം. സ്തോത്രം. യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നിന്റെ വലം കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിയെടുത്തെറിഞ്ഞു കളക. 2 കൈയുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കയ്യനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അങ്ങനെയാണെങ്കിൽ ചിലരുടെയൊക്കെ പാവം കണ്ടാൽ വീഗാലാൻഡി പോന്ന പോലെ പോന്നെന്നാ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാലേ ഈ സുവിശേഷ പ്രസംഗത്തിൽ ഈ പറയുന്ന പോലെ വീഗാലാൻഡ്. കഴിഞ്ഞ ദിവസം ഒരാളുടെ ദൈവദാസനോട് പറഞ്ഞു, നരകത്തെക്കുറിച്ച് നിങ്ങൾ ഇത്ര വലുതായിട്ടൊന്നും നണ്ടകരി പ്രസംഗിക്കേണ്ട, 2 ഏക്കർ വസ്തു ഞാൻ അവിടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. കാര്യത്തോടടുക്കുമ്പോൾ ധനവാൻ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്നത് യാഥാർത്ഥ്യമെങ്കിൽ എൻ്റെ യേശുവിൻ്റെ വാക്കുകൾ പച്ച സത്യമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, കുഞ്ഞേ നീ എവിടെ പോകരുത്, നീ എവിടെ പോകരുത്, നീ എവിടെ പോകരുത്. സ്തോത്രം. ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിൻ്റെ മുൻപിൽ സ്റ്റോപ്പ് സിഗ്നൽ പോലീസുകാരൻ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം സഡൻ ബ്രേക്ക് ഇടുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ പോക്ക് അപകടത്തിലേക്കാണ്. 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിലെ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000-ഓളം പേർ മണ്ണോട് മണ്ണ് മാറി. ഞാൻ ചോദിക്കുന്നു, എത്ര പ്രതീക്ഷയോടായിരുന്നു ഉറങ്ങാൻ കയറിയത്? ഉണർന്നില്ല കേട്ടോ, ഉണർന്നില്ല. മണ്ണിനടിയിലായിപ്പോയി. ഭോപ്പാൽ വിഷവാതക ദുരന്തം ഓർക്കുന്നോ? എത്ര പ്രതീക്ഷയോടെയാണ് അവർ രാത്രി ഉറങ്ങാൻ കയറിയത്? രാവിലെ ഉണർന്നില്ല. 3 വർഷം മുൻപ് 4 വർഷം മുൻപ് ജീവിച്ചിരുന്നവർ, ആരോഗ്യദൃഢഗാത്രർ, മാംസപേശികൾക്ക് കരുത്തുള്ളവർ, ഒരു പനിയല്ല പല പനി അഭിമുഖീകരിപ്പാൻ ബലമുള്ളവർ, പനി തുടങ്ങിയപ്പോഴും ഓക്സിജൻ ലെവൽ കുറഞ്ഞപ്പോഴും ഓർത്തില്ല കോവിഡ് കൊണ്ടുപോകുമെന്ന്. പക്ഷേ അന്ത്യയാത്രയായിരുന്നു.
ഈ പ്രസംഗം ഈ ഗ്രൗണ്ടിൽ മുഴങ്ങുമ്പോൾ ചങ്കിന് നേരെ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് ചോദിക്കുന്നു. അലസമായ ഉത്തരമല്ല. അഗ്നിപ്പൊയ്കയിൽ ആത്മാക്കൾ പിടയുമ്പോൾ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർ നിഷ്കരുണം തള്ളപ്പെടുമ്പോൾ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ആ രണ്ട് കൈകളും മാറോടെ നടുക്കി വെച്ചേ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളും ശബ്ദം ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഗ്ലോറി, ഹല്ലേലൂയ. ഈ രാത്രി നിന്റെ നിത്യത ഉറപ്പാക്കാൻ പ്രവർത്തികളാണ് കാരണമെങ്കിൽ പതനം ഉറപ്പാണ്. എന്നാൽ പ്രവർത്തികളല്ല കാരണം. കാൽവറിയിൽ ഒരുവൻ ബലിയായി മാറിയത് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റേതായി ഏറ്റെടുക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ നിന്നെ കഴുകാൻ ആ രക്തത്തിൻ്റെ തുള്ളികൾ ഇന്ന് രാത്രി വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൺമുൻപിൽ ഞാൻ ചിത്രത്തിൽ എന്നതുപോലെ രംഗം ഒന്ന് വരച്ചു തരികയാണ്. സ്തോത്രം. ക്രൂശിൻ്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർദ്ധപ്രാണനായി അർദ്ധനഗ്നനായി ഒരുവൻ കാൽവറിയെ സമീപിക്കുകയാണ്. തയ്യാറാക്കിയ ക്രൂശിൽ മലർത്തിയിട്ട് റോമൻ പടയാളികൾ ഷൂസിട്ട കാലുകൊണ്ട് കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കി ആ കയറിന്റെ സഹായത്തോടെ ആ ക്രൂശ് പാറയുടുക്കിൽ ഇടിച്ചിരുത്തി. ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. അവയെല്ലാം എനിക്കെണ്ണാം എന്ന പ്രവാചക വാക്ക് നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ഉയർന്നു നിൽക്കുന്ന മരക്കഷണത്തിൽ പിടയുന്ന ദൈവകുമാരനെ നോക്കി തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കൊടുങ്കള്ളൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. ഇന്ന് രാത്രി ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. കർത്താവേ, ഇന്ന് രാത്രി എന്നെ കഴുകണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയുമോ? ശബ്ദമുയരട്ടെ, വാ തുറന്നൊന്ന് പറഞ്ഞാട്ടെ. ഈ ഭൂമിയിലെ സകല ശരണമന്ത്രങ്ങളെക്കാളും വലുതാണ് ഇന്ന് രാത്രി നിന്റെ വാ തുറന്നുച്ചരിക്കുന്ന യേശു എന്ന ശബ്ദം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ആ രണ്ട് കരങ്ങളും എത്രയും ഉയർത്താമോ അത്രയും ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂതിന് മുൻപിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ആത്മപരിശോധനയോട് സ്വയം ചോദ്യം ചോദിക്കുക. ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത ഞാൻ എവിടെ ചിലവഴിക്കും? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന കറുത്ത ദിനത്തിൽ നീ കൈവിടപ്പെടുമോ സഹോദര? നീ കൈവിടപ്പെടുമോ? മനുഷ്യനായി മണ്ണിൽ പിറന്ന സകലർക്കും ഈ വിധി കൺമുൻപിലുണ്ട്. നമുക്കിന്ന് രാത്രി കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പാടണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു? വിശ്രമവാസത്തിലാകുമോ നാം ഏതിനും ഒരുങ്ങുക ആത്മാവേ. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. അടുത്ത ദിവസത്തെ ബ്ലഡ് ടെസ്റ്റിനകത്ത് ESRന്റെ അളവ് കൂടുതലാണെന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന ടെസ്റ്റ് ഒന്ന് ചെയ്യണം. ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നു ക്യാൻസർ. പേടിയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര പേർക്കുണ്ട് ധൈര്യം? എല്ലാവർക്കും പേടിയുണ്ട്. എത്ര രൂപ ചെലവാക്കും രക്ഷപ്പെടാൻ? എത്ര രൂപ ചെലവാക്കും? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നമ്മുടെ സഹോദരനോട് പറഞ്ഞു, പാസ്റ്ററേ, മൂലക്കുരുവിനോട് ബന്ധപ്പെട്ട് ക്യാൻസർ തുടങ്ങി, 32 ലക്ഷം രൂപ ഇതുവരെ ഓപ്പറേഷന് ചെലവായി. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചു. സ്വന്തം തറവാട് വിറ്റായാലും ഒന്നാം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എന്റെ ചോദ്യം, ഒന്നാം മരണമാണോ ഭയങ്കരം? അഗ്നിപ്പൊയ്കയിൽ എറിയപ്പെടുന്ന രണ്ടാം മരണമാണോ ഭയങ്കരം? ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ.
രണ്ടാം മരണമാണ് ഭയങ്കരം. എങ്കിൽ ഈ രാത്രി യാത്ര ചെയ്ത് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഉറക്കം എന്റെ നിത്യ ഉറക്കമായി മാറിയാൽ എന്റെ നിത്യത യേശുവിനോടൊപ്പമായിരിക്കും എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? ആൾക്കൂട്ടത്തിനിടെ പറയുന്നത് പോലല്ല. നിങ്ങളുടെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് ഈ പ്രിയപ്പെട്ടവരുടെ സന്ദേശത്തിന്റെ സമാപനമെന്ന നിലയിൽ പറയുന്നു, ഈ രാത്രി അതിന് ഉറപ്പ് നേടിയിട്ടില്ലെങ്കിൽ ആ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്. ഞാൻ കാണുന്നു യേശുവിന്റെ കണ്ണുകൾ ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ചുറ്റിത്തിരിയുകയാണ്. സ്കാനിങ് ദൃഷ്ടികൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് യേശുവിന്റെ കണ്ണുകൾ ചില വ്യക്തികളുടെ ഉള്ളറയിൽ ചെല്ലുന്നു. കുഞ്ഞെ, ഒന്നാം മരണമല്ല ഭയങ്കരം, ക്യാൻസർ അല്ല ഭയങ്കരം, വെന്റിലേറ്റർ കണക്ഷൻ അല്ല ഭയങ്കരം. ഓ, രണ്ടാം മരണമാണ് ഭയങ്കരം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ യേശു എന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇന്ന് രാത്രി പാസ്റ്റർ, ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. എനിക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ കഴുകൽ വേണം, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ കരങ്ങൾ ഇറങ്ങിപ്പിടിക്കട്ടെ. ആ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ കരങ്ങൾ ഇറങ്ങിപ്പിടിക്കട്ടെ. ഒരിക്കൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഒന്നാം മരണമല്ല ഭയങ്കരം, രണ്ടാം മരണമാണ്. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ തേജസ്സിന്റെ കൈകളിൽ കൈമാറുന്നു. ക്രൂശിലെ രക്തത്താൽ ഞങ്ങൾ ഈ കരങ്ങളെ പ്രാർത്ഥനയിൽ മുദ്രവയ്ക്കുന്നു. അന്തിമ വിധിയിൽ തള്ളപ്പെടാതിരിപ്പാൻ ഈ കരങ്ങളുടെ മേൽ രക്തത്തിന്റെ കഴുകൽ രാത്രി വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ.